വീടിനോട് ചേർന്ന ഒരു ഷീറ്റിട്ട വെപ്പ് വരയിലാണ് ഈ അടുപ്പ്. ഇത് പൊന്തി വന്ന് പുക പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആണ് ഇത് പൊളിച്ച് പണിയുന്നത്. ഇത് 976 ഈ സൈസ് അടുപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലെ ടൈലിനൊന്നും യാതൊരു കുഴപ്പങ്ങളും ഇല്ല. അപ്പോൾ ഇത് പരമാവധി ഇത് കേടുവരുത്താതെ പൊളിക്കാനാണ് ശ്രമിക്കുന്നത്. നടക്കുമെന്ന് അറിയില്ല, പരമാവധി ശ്രമിക്കും. ഇപ്പോൾ പഴയ അടുപ്പ് പൊന്തിയിട്ടുണ്ടെങ്കിലും കുറച്ച് ബലത്തിലാണ് അവിടെ നിൽക്കുന്നത്, ബാക്ക് ഭാഗം. അതുകൊണ്ടാണ് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നത്. അടുപ്പ് എന്തായാലും പൊന്തി കഴിഞ്ഞു, അതിൻ്റെ അടിയിലെ കാശനൊക്കെ എന്തായാലും പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് എടുത്ത് നോക്കിയാൽ നമുക്ക് ശരിക്കത് കാണാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് നോക്കാം. കണ്ടില്ലേ, ഇത് കാസ്റ്റേണൊക്കെ ദ്രവിച്ചു, ഷീറ്റിൻ്റെ ഭാഗത്തൊക്കെ കത്തൽ വന്നിട്ടുണ്ട്. ചില ഒരു 1-2 ബോൾട്ട് മാത്രമാണ് പിടുത്തുണ്ടായിരുന്നത്. ഇതിൻ്റെ ബോക്സിൻ്റെ ഭാഗം പൈപ്പ് ചിന്നലുണ്ട്, ബോക്സിനും കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് പൊളിച്ച് പുതിയ പൈപ്പ് വെച്ച് പുതിയ ബോക്സും ഉണ്ടാക്കുന്നതാണ്. ഈ അടുപ്പ് പൂർണ്ണമായിട്ട് പൊളിച്ചിട്ടില്ല. മുകൾ ഭാഗവും അടുപ്പ് പണിയാനുള്ള സ്ഥലവുമാണ് പൊളിച്ചുള്ളത്. ഇതിൻ്റെ ബോക്സിൻ്റെ സ്ലാബിനൊന്നും കുഴപ്പമില്ല. സ്ലാബ് അവിടെ നിർത്തിയിട്ടുണ്ട്. സൈഡിലെ ടൈലും കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇത് വെപ്പ് വരയിലെ ചെറിയൊരു അടുക്കളയാണ്. അതുകൊണ്ട് പരമാവധി ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈഡിലെ ടൈൽസിനൊന്നും കേടുകൂടാതെ പൊളിച്ചിട്ടുള്ളത്. ഇത് ചെറിയൊരു വെപ്പ് വരെയാണ് ഷീറ്റിട്ടുള്ളത്, വീടിന് പുറത്താണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സൈഡിലെ ടൈൽസൊന്നും പൊട്ടിക്കാതെ പരമാവധി നമ്മൾ ചിലവ് ചുരുക്കിയിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സൈഡിലെ ടൈൽസൊന്നും കേടുവരുത്താതെയാണ് ഇത് പൂർത്തീകരിച്ചിട്ടുള്ളത്. സൈഡിലെ ടൈലൊക്കെ അതുപോലെ തന്നെ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതിന് സാധാരണ കൊടുക്കുന്ന പോലെ 2 അടുപ്പുകൾക്കും റെഡ്യൂസറുകൾ കൊടുത്തിട്ടുണ്ട്. 8-ൻ്റെ അടുപ്പിനും അതുപോലെ തന്നെ 10-ൻ്റെ അടുപ്പിനും 2 അടുപ്പുകൾക്കും റെഡ്യൂസറുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറകുവശത്തെ പൈപ്പും ബോക്സും പുതിയതാക്കിയിട്ട് പണിതിട്ടുണ്ട്. മുകൾ ഭാഗത്തെ ഷീറ്റിൻ്റെ ഗ്യാപ്പെല്ലാം കൃത്യമായി നല്ല രീതിയിൽ അടച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സ് പുതിയ ബോക്സാണ് പണിതിട്ടുള്ളത്. ഇതിൻ്റെ മുകൾ ഭാഗം സിമെൻ്റ് ഇട്ടിട്ട് അടച്ചതാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലെ കൗള് പഴയത് തന്നെയാണ്. അത് കുഴപ്പമില്ലാത്ത കൗളായതുകൊണ്ട് അത് തന്നെ വെച്ചിട്ടുള്ളത്. ഇതുപോലെയുള്ള അടുപ്പുകൾ വെപ്പ് വരയിലായാലും പുതിയ അടുപ്പുകൾ നിർമ്മിക്കാനായാലും ഞങ്ങളുമായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക.